നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. SIR സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണത്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണാനും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചു വെക്കുക. കാരണം ഇത്തരത്തിലുള്ള വിവരങ്ങൾ എന്നാലേ യഥാസമയം നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഏതായാലും വീഡിയോ മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്. നമുക്കറിയാലോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ പെടാപ്പാട് എന്യൂമറേഷൻ ഫോം കൊണ്ടുവരുന്നു. അത് BLOമാർ കൊണ്ട് നമ്മുടെ പെരയിൽ കൊണ്ടുവന്ന് തരുന്നു. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. ഏതായാലും ബഹുഭൂരിപക്ഷം കേരളത്തിൽ ഏകദേശം എല്ലാം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞു. അവരെല്ലാം എന്യൂമറേഷൻ ഫോം കൊണ്ടുവന്ന് കൊടുത്തു, BLO കൊണ്ടുവന്ന് കൊടുത്തു. അത് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തു. മാതാപിതാക്കളെ രേഖപ്പെടുത്തേണ്ടത് അത്, നമ്മളെ രേഖപ്പെടുത്തേണ്ടത് അത്. എന്തായാലും അന്നത്തതും ഇന്നത്തും എല്ലാമൊക്കെ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുത്തു. ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ പേരുകൾ ലിസ്റ്റിൽ വരികയും ചെയ്തു. അതായത് കരട് ലിസ്റ്റിൽ കഴിഞ്ഞ മാസം 23-ാം തീയതി ഒരു കരട് ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ വരികയും ചെയ്തു. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത് കരട് ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളൊന്നും നോക്കേണ്ടതില്ല, അത് അതേപടി തന്നെ അന്തിമ ലിസ്റ്റിൽ വരും. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റത്തിന് അപേക്ഷിച്ച ശേഷം അതും കൂടെ മാറിയ ശേഷം അന്തിമ വോട്ടർപട്ടികയിൽ വരും എന്നാണ്. എന്നാൽ അത് പച്ച നുണയായിരുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാര്യം ഓരോ സമയത്തും ഇലക്ഷൻ കമ്മീഷൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, വാസ്തവമാണ്. ആ വാസ്തവം പറയാതിരിക്കുന്നതിൽ നമ്മളിപ്പോൾ ആരാണ് അവിടെ ഭരിക്കുന്നത്, ആരാണ് ഇവിടെ ഇരിക്കുന്നത്, ആരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ അനുഭവിക്കുന്നത് പറഞ്ഞേ പറ്റൂ. ഇവിടെ അന്ന് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. നിലവിൽ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള, അതായത് കരട് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുണ്ടല്ലോ, SIRന്റെ ലിസ്റ്റിൽ പേരുള്ളവർ, അവർ കൂടി രേഖകൾ ഹാജരാക്കേണ്ട ഒരു അവസ്ഥയാണ്. ലിസ്റ്റിലുണ്ട്, പക്ഷെ അവർ രേഖകൾ ഹാജരാക്കണം. അത്തരത്തിൽ ഏതാണ്ട് 400ഓളം പേർ ഒരു ബൂത്തിൽ നിന്ന്, ഏകദേശം 1000-1500 പേരൊക്കെയാണ് ഉണ്ടാകുക. അതിൽ 100-400 പേർ വരെ ഇതുവരെ BLOമാരിൽ നിന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു 100-200 മുതൽ 400 വരെ ആൾക്കാർക്ക് ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് BLOക്കാണ് വരുന്നത്. BLOക്ക് അതിനുള്ള ലിസ്റ്റ് വരും. BLO ആ ലിസ്റ്റ് BLOയുടെ ആപ്പിൽ നിന്ന് പ്രിന്റ് എടുത്തിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, BLAമാര് മറ്റുള്ളവരും ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ട രേഖകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയോ? 2002 ലിസ്റ്റിൽ അന്നത്തെ SIR എഴുതിക്കൊണ്ട് പോയ ആൾക്കാർ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പാകപ്പഴ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പാകപ്പഴ ഇപ്പോഴത്തെ ലിസ്റ്റുമായിട്ട് നോക്കുമ്പോൾ മാച്ച് ചെയ്യുന്നില്ല. അതിന് നമ്മൾ രേഖ ഹാജരാക്കണം. 2002 ലിസ്റ്റിൽ അന്നത്തെ നമ്മുടെ മാതാപിതാക്കളെ എന്തെങ്കിലും രേഖകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലോ അതുപോലെ മേൽവിലാസത്തിലോ എന്തെങ്കിലുമൊക്കെ, വീട്ടുപേരിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അന്നും ഇന്നും തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എനിക്ക് തോന്നുന്നു AI ആണ് അത് പിടിച്ച് വെച്ച് നോക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതൊക്കെ മിസ്മാച്ച് ആയിട്ട് നോട്ടീസ് വരുന്നതാണ്. അതായത് 400 പേർ വരെ, ഒരു ബൂത്തിൽ നിന്ന് 400 പേർ വരെ ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കാൻ പറയുന്നുണ്ട്. അത് ഹിയറിങ്ങിനൊന്നും പോണ്ട. BLOമാർ നിങ്ങളെ വിവരം അറിയിക്കുമ്പോൾ നിങ്ങൾ രേഖകൾ ഹാജരാക്കണം. അതിന് നിങ്ങൾ രേഖകൾ തയ്യാറാക്കി വെക്കണം. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ രേഖകൾ നമ്മൾ തയ്യാറാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹിയറിങ്ങിനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വരും. നമ്മളുള്ള പണിയൊക്കെ മുടക്കി നമ്മൾ പോകേണ്ടി വരും. അതായത് വേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഉള്ള രേഖകൾ, അതാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതിപ്പോൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SSLC ബുക്ക് എടുക്കാം, അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം, ഇനി അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വാങ്ങുന്ന അബ്സ്ട്രാക്ട് എടുക്കാം, പാസ്പോർട്ട് എടുക്കാം. അങ്ങനെ ജനന തീയതിയും ജനന സ്ഥലവുമുള്ള രേഖകളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ആ രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. ചിലപ്പോൾ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വേണ്ടി വരും. കാരണം അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരാളാണ് എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ രേഖകൾ ഉണ്ടാക്കി വെക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സമയമുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ അത് ചെയ്യുന്നതിന് വേണ്ടി BLO നിങ്ങളുടെ അടുത്ത് കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ BLO പൂരിപ്പിച്ചതിന്റെ ഒരു എന്യൂമറേഷൻ ഫോമിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതൊന്ന് എടുത്തുവെച്ച് നോക്ക്. അന്ന് ഇന്നത്തെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്ക്. ഉണ്ടെങ്കിൽ രേഖകൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി വെച്ചോ. ഇത് ഞാൻ എൻ്റെ വീഡിയോകളുടെ തുടക്കം മുതൽ പറയുന്നതാണ്, ഇത്തരത്തിൽ രേഖകൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു രേഖയും വേണ്ട എന്ന് പറഞ്ഞാലും, നിങ്ങൾ അന്നത്തെ രേഖകൾ അതേപോലെ അവിടെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാലും ഇപ്പോ അതൊന്നും പോരാ, അന്നത്തെ കൂടി ശരിയാക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയാൻ വയ്യ എന്താണ് ഇത് പോക്കെന്നുള്ളത്, എന്തൊക്കെ ഉദ്ദേശം എന്നുള്ളത്. എന്തോ ആയിക്കോട്ടെ. ഏതായാലും കരട് പട്ടികയിൽ പേരില്ലാത്തവര് അപ്പീൽ കൊടുക്കാനാ പറയുന്നത്. അതായത് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് പിന്നെ കൊടുത്തതിന് ശേഷം കരട് വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല, അങ്ങനെയുള്ളവർ അപ്പീൽ കൊടുക്കണം. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹിയറിംഗ് ഡേറ്റും അതുപോലെ ഹാജരാക്കേണ്ട രേഖകളും ഏതൊക്കെയാണ് എന്നുള്ളത് നേരത്തെ കൂട്ടി തന്നെ തരും. അതെല്ലാം കൊണ്ട് നേരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. അതെല്ലാം നിങ്ങൾ ഹിയറിങ്ങിന് പോകണമെന്നാണ് പറയുന്നത്. അവർക്കും രേഖകൾ വേണം.
തീയതികൾ മറക്കരുത്. 23-ാം തീയതിയാണ് നമ്മുടെ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. അന്ന് മുതൽ തന്നെ അപ്പീലും തിരുത്തലും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള തീയതി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വരുന്ന 22-ാം തീയതി വരെ, മനസ്സിലായില്ലേ? നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള 22-ാം തീയതി വരെയാണ് അതിനുള്ള സമയം തന്നിട്ടുള്ളത്. ഈ മാസം ജനുവരി 22 വരെയാണ്. അതിനുള്ളിൽ നിങ്ങൾ BLO സമീപിച്ചിട്ട് ആ തിരുത്തലുകൾ കൃത്യമായി നടത്തണം. പിന്നെ ഫെബ്രുവരി 14 വരെയാണ് ഹിയറിംഗിന്റെ തീയതി ഉള്ളത്. അതിനു മുമ്പ് ഹിയറിംഗുമായി ബന്ധപ്പെട്ടത് പൂർത്തിയാക്കുക വേണം. അതൊക്കെ നിങ്ങൾ അറിയും, BLO നിങ്ങൾ അറിയിക്കും, നിങ്ങൾക്ക് നോട്ടീസ് കിട്ടും, അതെല്ലാം വെച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അറിയുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ സ്ഥിതിയിൽ നിങ്ങൾ അത് അറിയും, നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കും, BLO നിങ്ങൾ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്, എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടില്ല, BLO കണ്ടില്ല, അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, എന്യൂമറേഷൻ ഫോം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും, ഫില്ല് ചെയ്ത് കൊടുക്കാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ BLO സമീപിച്ച് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്നുമില്ലാത്തവർ, അതായത് എന്യൂമറേഷൻ ഫോം ലഭിച്ചതുമില്ല, 2002 ലിസ്റ്റിലുമില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, നിവൃത്തിയില്ലാത്തവർ, അത് നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോം 6 പൂരിപ്പിച്ചു കൊടുക്കുക. അത് നേരത്തെ ഫോം 6 ഫില്ല് ചെയ്തവരും ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റ സൈറ്റിൽ ഇല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫോം 6 ഫില്ല് ചെയ്യണം. അതുപോലെ ഗൾഫിൽ പ്രവാസികളായിട്ടുള്ളവർ ഫോം 6A ഫില്ല് ചെയ്ത് കൊടുത്തവരുണ്ട്. അവരും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളവരും എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തവർ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നുണ്ടെങ്കിൽ 6A നിങ്ങൾ ഒരിക്കൽ കൂടി കൊടുക്കണം. അന്നത്തെ ഇല്ല, എല്ലായിടത്തും കളഞ്ഞു, നമ്മൾ ചെയ്തൊക്കെ വൃഥാവിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡാറ്റകൾ ഒന്നുകൂടി കൊടുക്കണം. അങ്ങനെ ഫോം 6ഉം 6A കൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ, SIR ലിസ്റ്റിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണം. ഇവിടെ രേഖകൾ ഹാജരാക്കുന്നിടത്ത് വീണ്ടും ആശങ്കയുണ്ട്. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ഹിയറിംഗിന് ഹാജരാകാനുള്ള രേഖകളായിട്ട് പ്രധാനമായും പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ആണ്. പക്ഷെ ഒരു റിലേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി അതിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. പക്ഷെ ബന്ധുത്വമാണ്. ആ ബന്ധു ഇന്ത്യൻ പൗരനാണോ എന്ന് തെളിയിക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. അവരുടെ ജന്മവും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ സംഗതി നമ്മൾ കുടുങ്ങും എന്ന് പറഞ്ഞാൽ അടഞ്ഞു കുടുങ്ങും. ഒരു സംശയമില്ല, ഞാൻ പേടിപ്പിക്കുന്നതല്ല. കാരണം 87-ലാണ് നമ്മുടെ ജനന രജിസ്റ്ററിന്റെ ഒരു നിയതമായ ഒരു സംവിധാനം ഇവിടെ വന്നത്. നമ്മുടെ മാതാപിതാക്കളൊക്കെ 87-ന് മുമ്പാണ്, അറിയാമല്ലോ. ഞാനൊക്കെ 87-ന് മുമ്പാണ്, 1975 ബാച്ചാണ്. എന്റെ മക്കളൊക്കെ പുതിയ ബാച്ചാണ്. അവർക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖകളെല്ലാം ഉണ്ട്. പക്ഷെ ഞാനടക്കമുള്ളവർക്ക് യഥാർത്ഥ രേഖകളില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ ഏതോ ഒരു മാഷ്, ഷംസുദ്ദീൻ മാഷ് പറഞ്ഞു കൊടുത്ത തീയതി എന്റെ ഔദ്യോഗിക ജനനരേഖയായി എല്ലാ രേഖകളിലും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ ഏജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു തീയതി അവർക്ക് അറിയാവുന്ന ഒരു തീയതി ഉണ്ടായിരിക്കാം. എന്റെ മാതാവ് പറയുന്ന പോലെ പണ്ട് എലിക്കുന്ന മുകളിൽ ചുമരില് ചോക്കൊണ്ട് എഴുതിയിട്ടിരുന്നു എന്ന് പറയും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ രേഖയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലൊരു അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കളുടെ രേഖകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അവരുടെ ജനനരേഖയും അതുപോലെ പ്ലേസ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിലും അത് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇതൊക്കെ പടച്ചു വിടുന്നവർ, ഇലക്ഷൻ കമ്മീഷൻ അടക്കം, ഇവിടുത്തെ സർക്കാർ നിയമ സംവിധാനങ്ങൾ അടക്കം മുഴുവൻ അവർക്കെല്ലാവർക്കും അറിയാം. കാരണം ആ തലപ്പത്തിരിക്കുന്നവർക്ക് പോലും അവർക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഈ പറഞ്ഞ രീതിയിലുള്ള രേഖകളില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതല്ല, ഇത്രയധികം വിഷയങ്ങൾക്ക് ഉണ്ടായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാതിരിക്കുന്നതാണ്. ആകെ ഇവിടെ എന്തെങ്കിലും സംസാരിക്കുന്നത്, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിൽ 1-2 ആൾക്കാർ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ SIR ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ഇവരാരും തന്നെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞ എന്താണ്, നിങ്ങളുടെ അന്നത്തെ, അതായത് പഴയ 2002 രേഖകൾ ഇവിടെ എഴുതാൻ പറഞ്ഞത്, അതേപടി എഴുതാൻ പറഞ്ഞത് ആ ആളാണ് ഈ ആളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്നത്തതുമായി മാച്ച് ചെയ്ത് നോക്കൂല, ഇന്നത്തെ രേഖ മാത്രമേ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോ അങ്ങനെ രേഖപ്പെടുത്തിയതും ഇപ്പോഴത്തെ രേഖപ്പെടുത്തിയതും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ രേഖ ഹാജരാക്കാൻ പറയുന്നത്. ഇതെങ്ങനെ ശരിയാകും? ഇതൊരു പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ കണ്ണു തുറന്ന് ഒന്ന് ഇടപെടണം. എല്ലാവരും വലിയ വിവരവും പൊക്കണത്തും ഉള്ള ആൾക്കാരൊന്നും അല്ല. കുറെ സാധുക്കളുണ്ട്, അവരെ എല്ലാവരും ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കണ്ണു തുറന്ന് ഇറങ്ങണം. ഇവിടെ കസേരയ്ക്ക് വേണ്ടിയിട്ടും
KSRTCക്ക് വേണ്ടിയിട്ടും അതുപോലെ കറണ്ട് ബസ്സിന് വേണ്ടിയിട്ടൊക്കെ കിടന്ന് ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കുന്നില്ല ആൾക്കാർ. അവർ ഈ ഒരു കാര്യത്തിന് കൂടി ഒന്ന് ഒരുമിച്ച് ഇറങ്ങണം. ഇത് വിഷയമാണ്. ഓരോ ദിവസവും കോംപ്ലിക്കേഷനിൽ നിന്ന് കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും SIR സംബന്ധിച്ച് നിങ്ങൾ രേഖകൾ തയ്യാറാക്കി വെക്കുക. ജനനരേഖ, നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത്, ഇത് രണ്ടും തെളിയിക്കുന്ന രേഖകൾ നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ബന്ധം തെളിയിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരുടെയും രേഖകൾ തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കുക. രണ്ടിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് അന്ന് ഉപയോഗിച്ചതും ഇന്ന് ഉപയോഗിച്ചതുമായ പേരുകളിൽ എന്തെങ്കിലും വ്യത്യാസം, അക്ഷരത്തെറ്റ് പോലും ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി വെക്കുക. ഇതൊക്കെ വാങ്ങി വെക്കുക, അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കുക. ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണം. വീണ്ടും വീണ്ടും പറയണത് ഉണ്ടാക്കി വെക്കണം. ഹിയറിംഗിന് ഹാജരാക്കേണ്ട സന്ദർഭം വന്നാൽ, അതല്ലെങ്കിൽ VLO നിങ്ങളുടെ രേഖകൾ ഹാജരാക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നെട്ടോട്ട് ഓടരുത്. ഇപ്പോൾ തന്നെ അത് തയ്യാറാക്കി വെക്കുക. ഏതായാലും നമ്മൾ കുറച്ച് ഓടുമെന്ന് ഉറപ്പാണ്. എങ്കിലും അഡ്വാൻസ് ആയിട്ട് പറയണമെന്ന് ഓടി വെക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് വെക്കുക. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഈ വീഡിയോ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. Different angles. Don't forget to subscribe and support this channel.